അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡിച്ചത് പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത് വഫ്ഫിഖ്, യോജിപ്പിച്ചു കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്തത്. അതിലൊന്ന് ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു, ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മാണേത്? ഫാഇൽ അല്ലേ, ഫാഇലാണ് അൽ ഫാഇലു. രണ്ട് ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയായ ജുംലയുടെ തുടക്കത്തിലുള്ള ഇസ്മാകുന്നു. ഏതാണ്? അൽ മുബ്തദ, മുബ്തദ ആണ്. മൂന്ന് തൻസിബുൽ മുബ്തദ വ തർഫഉൽ ഖബറ, മുബ്തദയിന് നസ്ബും ചെയ്യും അതുപോലെ ഖബറിന് റഫ്ഉം ചെയ്യും. ഏതാണ്? ഇന്ന വഹ്വാത്ത്, ഇന്ന വഹ്വാത്തുഹ. നാലാമത്തത് കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണെന്ത്? ഏതാണ്? ഫിഅലാണ്, അൽ ഫിഅലു. അഞ്ച് ഹുവൽ ഫിഅലു അല്ലദി യുസ്നദു ഇലാ ഫാഇലിഹി, ഫാഇലിലേക്ക് ചേർക്കപ്പെടുന്ന ഫീലുകളാണ് ഏത്? അൽ ഫിഅലുൽ മഅറൂഫ്, മഅറൂഫായ ഫിഅല്. രണ്ടാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഅ ബിൽ മുനാസിബി, യോജിച്ചവ കൊണ്ട് വിട്ടുപോയവ പൂരിപ്പിക്കാനാണ്. അതിലൊന്ന് ലബിസത്ത് ഡാഷ് അൽ മലാബിസ, ലബിസത്ത് സ്വാലിഹത്തുൻ അൽ മലാബിസ, സ്വാലിഹ വസ്ത്രം ധരിച്ചു. രണ്ട് ഖറഅൽ അബു ഡാഷ്, ഖറഅൽ അബു അൽ ഖുർആന, പിതാവ് എന്ത് ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു. ഇവിടെ ഖുർആന എന്നായത് എന്തുകൊണ്ടാണ്? ഇവിടെ ഖുർആനു എന്നുണ്ട്, ഖുർആന എന്നുണ്ട്. ഇവിടെ ഖറഅൽ അബു, പിതാവ് പാരായണം ചെയ്തു. എന്തിനെ? മഫ്ഊലു ബിഹി ഏതാണ്? ഖുർആന എന്നാണ് വരിക. ഖുർആന നസ്ബാണ് അല്ലേ. മൂന്നാമത് ഡേഷ് അൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം, ഇവിടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്തായാലും മജ്ഹൂലല്ല. ഏതാണ്? സജന, സജനൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം. മാലിക് എന്ത് ചെയ്തു? രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിലിൽ അടച്ചു. ജയിലിൽ അടക്കപ്പെട്ടു എന്നല്ലല്ലോ പറഞ്ഞേ, അടക്കപ്പെട്ട ആൾ ഇവിടെ ഉണ്ട്, ഫായിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ സജനൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം. നാല് അസ്സാഹിലു ഡാഷ്, ഏതാണ്? നളീഫുൻ, അസ്സാഹിലു നളീഫുൻ, കടൽ തീരം വൃത്തിയുള്ളതാണ്. അഞ്ച് ലഅല്ല ഡാഷ് നായിമുൻ, ലഅല്ലൽ മരീള നായിമുൻ, രോഗി ഉറങ്ങിയിരുന്നെങ്കിൽ. മൂന്നാമത്തെ പ്രവർത്തനം നുമൈസുൽ ഫിഅല വൽ ഫാഇല വൽ മഫ്ഊല ബിഹി, ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മഫ്ഊല ബിഹി, ഫാഇൽ, ഫിഅല് വേർതിരിച്ച് എടുത്ത് എഴുതാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സറഅ മുഹമ്മദുൻ അൽ ബഖല, മുഹമ്മദ് പച്ചക്കറി കൃഷി ചെയ്തു. അതിൽ ഫാഇൽ ആരാണ്? മുഹമ്മദാണ്. ഇങ്ങോട്ട് എഴുതുക. സറഅൻ കൃഷി ചെയ്തു, ആ പ്രവൃത്തിയാണ് അല്ലേ, ഫിഅലാണ്. എന്താണ് കൃഷി ചെയ്തത്? അൽ ബഖല, പച്ചക്കറിയാണ്. മഫ്ഊൽ ബിഹി പച്ചക്കറിയാണ്, അൽ ബഖല എന്ന് എഴുതുക ഇവിടെ. രണ്ടാമത്തത് ഖറഅത്തിൽ ജദ്ദത്തു അൽ ജരീദ, ജരീദത്ത, വല്യമ്മ എന്ത് ചെയ്തു? പത്രം വായിച്ചു. വല്യമ്മ എന്നുള്ളതാണ് ഇവിടെ ഫാഇൽ. അപ്പോൾ ജദ്ദത്തു എന്നത് ഫാഇലാണ്, ഖറഅത്ത് എന്നുള്ളത് ഖറഅ വായിച്ചല്ലേ, അപ്പോൾ അത് ഫിഅലാണ്, അൽ ഫിഅലു ഖറഅത്ത്. പിന്നെ അൽ ജരീദ എന്നുള്ളതാണ് പത്രം, പത്രം എവിടെ വരിക? മഫ്ഊലു ബിഹിയാണ്. ഓക്കെ. ഇനി നാലാമത്തെ പ്രവർത്തനം നുമൈസുൽ മുബ്തദ വൽ ഖബറ, മുബ്തദയും ഖബറിനെയും വേർതിരിച്ചെടുത്ത് എഴുതാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് അസ്സഫീനത്തു ജാരിയത്തുൻ, കപ്പൽ സഞ്ചരിക്കുന്നു. അസ്സഫീനത്തു കപ്പൽ, ജാരിയത്തുൻ സഞ്ചരിക്കുന്നു. ഇതിൽ ഏതാണ് മുബ്തദ? അസ്സഫീനത്തു ജാരിയത്തുൻ, കപ്പൽ സഞ്ചരിക്കുന്നു. സഫീനത്ത് ഇവിടെ മുബ്തദ ആണ്, ജാരിയത്തു എന്നുള്ളത് ഖബറാണ്. അൽ ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്. ഇൽമ എന്താണ്? മുബ്തദയാണ്, നൂറ് എന്നുള്ളത് ഖബറാണ്. ഓക്കെ. അഞ്ചാമത്തെ നുക്കമിൽ ജദ്വല, ഈ പട്ടിക പൂർത്തിയാക്കാനാണ്. മാറൂഫ് കൊടുത്തിട്ടുണ്ട്, അതിന് മജ്ഹൂൽ എഴുതാനുണ്ട്.
ഇവിടെ മാറൂഫ് കൊടുക്കാത്തതുണ്ടെങ്കിൽ മജ്ഹൂൽ എഴുതിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആക്കാനാണ്. ഒന്നാമത്തത് ഫഅല, അതിന്റെ മജ്ഹൂൽ എങ്ങനെയാണ്? ഫഅല. ഇവിടെ സുജിന കൊടുത്തിട്ടുണ്ട്, അതിന്റെ മാറൂഫ് എങ്ങനെയാണ്? സജന. അക്രമ ഉക്രിമ. ഇവിടെ യുഫ്അലു കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ്? യഫ്അലു യുഫ്അലു. യദ്രിബു യുദ്റബു. യൻസുറു യുൻസറു. ഓക്കെ. ആറാമത്തെ പ്രവർത്തനം നൽബിത്തു ബിൽ അഷ്കാരി. ഇവിടെ ഫത്തും കസ്റൊന്നും കൊടുത്തിട്ടില്ല, അത് കൊടുക്കാനാണ്. കഅന്നൽ ഖമറ മിസ്ബാഹുൻ, ചന്ദ്രൻ വിളക്ക് പോലെയാണ്. ഇതൊക്കെ എന്തായാലും പരീക്ഷയ്ക്കുണ്ടാകും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പാഠങ്ങളിൽ കൊടുത്ത എല്ലാം പഠിച്ചു പോവുക. ഏഴാമത്തെ പ്രവർത്തനം നുഅരിബു, അറബിയിലേക്ക് ആക്കാനാണ്. ഇവിടെ അറബി മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഷാക്കിർ വിദ്യാർത്ഥിയാണ്, ഷാക്കിറുൻ ദാരിസുൻ. 2 പൂച്ച മീൻ തിന്നു, അക്കലൽ ഖിത്തു അസമക്ക. 8ാമത്തെ നുതർജിമു, മലയാളത്തിലേക്ക് ആക്കാനാണ്. ഇവിടെ അറബിയിലാണ് കൊടുത്തിട്ടുള്ളത്. അഷർത്തിയു മുറാഫിക്കുല്ലി സുവാരി വത്തുജാരി. പോലീസുകാരൻ സന്ദർശകരെയും കച്ചവടക്കാരെയും നിരീക്ഷിക്കുന്നവനാണ്. 2 ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. 9ാമത്തെ പ്രവർത്തനം നക്തുബുൽ മാന സലാസത്തുൻ, ഇതിൽ 3ാമത്തിന്റെ അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തേത് ഖാലുൻ, ഖാലിർ ആരാണ്? ഉമ്മയുടെ സഹോദരൻ അഥവാ അമ്മാവൻ. 2 സിബുത്തുൻ, മകളുടെ മകനാണ് ആര്? സിബത്തുൻ. 3 റൗളത്തുൽ അത്ഫാൽ, നേഴ്സറി ആണല്ലേ. 4 ഹിന്ന ഉൻ, മെയിലാഞ്ചി. അവസാന പ്രവർത്തനം നുക്കവ്വിനു ജുംലത്തൈനി ബിസ്തിഅമാലിൽ കലിമാത്തി മിന ദായിറ. ഈ വൃത്തത്തിൽ നിന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഇവിടെ ജുംല ഉണ്ടാക്കാനാണ്. എങ്ങനെ എഴുതാം? അൽ ബൈത്തു സഗീറുൻ, വീട് ചെറുതാണ്. അൽ ഹദീഖത്തു ജമീലത്തുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. ഓക്കെ. 4 പാഠങ്ങളാണ് നമുക്ക് ലിസാൻ ഖുർആനിൽ പഠിക്കാനുള്ളത്. എല്ലാവരും എല്ലാ പാഠഭാഗങ്ങളും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുക. അല്ലാഹു തആല ഉന്നത വിജയം നൽകാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.